ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹോട്ട് ആൻഡ് സോർ കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചിക്കൻ കറിയാണ്. എളുപ്പത്തിൽ നമുക്ക് കുക്കറിൽ ചിക്കൻ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് കടുക് 1 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക. അതിലോട്ട് നമ്മൾ ഒരു 2 സവോളയും ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലതായിട്ട് ഇളക്കി ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. എന്നെ ഫെലിക്സിന് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഫെലിക്സിന് കുക്കിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ദോശ ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനും ഇങ്ങനെ ഇളക്കി തരാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഇനി നമുക്ക് അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. ഒരു വലിയ പീസ് ഇഞ്ചിയും ഒരു 5-8 പീസ് വെളുത്തുള്ളി. നമ്മൾ ചിക്കൻ എത്ര എടുക്കുന്നത് അതനുസരിച്ച് ഞാൻ 1 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതനുസരിച്ച് നമ്മളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചിട്ടിട്ട് കൊടുക്കണം. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പിടുമ്പോൾ പെട്ടെന്ന് സവോളയൊക്കെ വഴന്ന് കിട്ടും. ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഞാൻ പിരിയൻ മുളക് പൊടിയാണ് ഇടുന്നത്. 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ 3.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് ജീരകപ്പൊടി ഞാൻ ഇടുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. എല്ലാം കൂടി ഇട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കതിലോട്ട് പച്ചമണം മാറുന്നിടം വരെ പൊടി ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്തുടയണം. ഉടഞ്ഞ് നമ്മൾ ഇളക്കിയെടുക്കണം. ഇനി നമുക്കതിലോട്ട് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടിട്ട് എല്ലാം നല്ലതായിട്ട് മസാല ഒക്കെ ഇളക്കി കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കി മസാലയൊക്കെ യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണം. ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങുമ്പോൾ അതനുസരിച്ച് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നാട്ടിലെ ചിക്കനൊക്കെ നല്ല വേവുണ്ട്. അപ്പോൾ അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇവിടുത്തെ ചിക്കൻ 2 വട്ടം കുക്കർ അടിച്ചാൽ മതി. പെട്ടെന്ന് വേകുന്ന ചിക്കനാണ്. 1 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതായിട്ട് ഇളക്കി ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം. ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ചിക്കൻ വേവിക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം. അടിപൊളി ചിക്കൻ കറിയാണ്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയും ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റാണ്. നല്ല കോമ്പിനേഷനാണ്. നമുക്കിനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബായ്. എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.